നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം ദിവസേന കൂടുതൽ സങ്കീർണവും അനിശ്ചിതവുമായ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ് എന്ന പുതിയ നീക്കത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ആഴ്ചകളായി തുടരുന്ന ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകളുടെ ഇടപെടലുകൾ എന്നിവ ചേർന്ന് മേഖലയെ യുദ്ധത്തിന്റെ ഒരു വിപുലമായ വലയത്തിലേക്ക് തള്ളിയിരിക്കുകയാണ് നിലവിൽ. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച മധ്യസ്ഥ ശ്രമം ഒരു പ്രതീക്ഷയുടെ കിരണം സൃഷ്ടിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തത്വത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനൊപ്പം ചർച്ചകൾക്ക് തയ്യാറായതാണ് സൂചനകൾ. മേഖലയിലെ സംഘർഷങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്ന് ഒരു ഇടവേളയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമാബാദിൽ മാർച്ച് 29-30 തീയതികളിലായി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചേരുന്നതിന് 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നും ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ നടത്തില്ല എന്ന് ഉറപ്പു നൽകണമെന്നുമാണ് ഇറാന്റെ പ്രാഥമിക ആവശ്യം. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നീ 4 രാജ്യങ്ങളിൽ നിന്നും ഇറാൻ സുരക്ഷാ ഉറപ്പുകൾ തേടിയിട്ടുണ്ട്. രാജ്യം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ സജീവമായി ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഈ രാജ്യങ്ങളുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനവും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര തടസ്സങ്ങളും പരിഗണിക്കുമ്പോൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഇവർക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചേക്കും. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി വിശദമായ ടെലിഫോൺ സംഭാഷണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പിരിമുറുക്കം കുറയ്ക്കുന്നതിനും സുരക്ഷാ ഉറപ്പുകൾ ഉറപ്പാക്കുന്നതിനും പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. കൂടാതെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും കൂടിക്കാഴ്ചയുടെ അജണ്ടയെക്കുറിച്ച് ചർച്ചകൾ നടത്തി കഴിഞ്ഞു. 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ നിബന്ധനകളും മധ്യസ്ഥതയ്ക്കുള്ള റോഡ് മാപ്പും പ്രധാന വിഷയമാകും. അമേരിക്കയിൽ നിന്ന് കൃത്യമായ ഉറപ്പുകൾ വാങ്ങാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചാൽ ഉടൻ തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഇറാൻ ഇതിനോടകം തന്നെ മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ചർച്ചകളെ കുറിച്ച് ഇറാൻ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇസ്ലാമാബാദ് ചർച്ചകളുടെ ഫലം അനുസരിച്ച് മാർച്ച് 31-നും ഏപ്രിൽ 7-നും ഇടയിൽ നിർണായകമായ ഒരു നയതന്ത്ര വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാനപരമായ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടാൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ യുദ്ധാവസ്ഥ വിലയിരുത്തുമ്പോൾ ഇതൊരു പരമ്പരാഗത 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിലുപരി നിരവധി രാജ്യങ്ങളും ആയുധ സംഘങ്ങളും ഉൾപ്പെടുന്ന ബഹുമുഖ സംഘർഷമായി മാറിയിരിക്കുന്നു എന്ന് കാണാം. സിറിയ, ലെബനൻ, യമൻ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രോക്സി ശക്തികൾ ഇടപെടുന്നത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കോ അല്ലെങ്കിൽ പരിമിതമായ ആക്രമണങ്ങളിലൂടെയോ തുടരുന്ന ഒരു നിയന്ത്രിത യുദ്ധമെന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ നിയന്ത്രിത സ്വഭാവം തന്നെ വലിയ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഒരേ സമയം താൽക്കാലിക സമാധാനത്തിനുള്ള സാധ്യതയും ഒരുപോലെ നിലനിർത്തുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ്സ് പ്രധാനമാകുന്നത്. പാകിസ്ഥാൻ ഒരു മധ്യസ്ഥനായി മുന്നോട്ട് വരുന്നത് പുതിയൊരു ജിയോപൊളിറ്റിക്കൽ സമവാക്യത്തിന്റെ സൂചനയായി വിലയിരുത്താം. പരമ്പരാഗതമായി പാശ്ചാത്യ രാജ്യങ്ങളുടെയും മധ്യപൂർവേഷ്യൻ ശക്തികളുടെയും ഇടയിൽ നിലനിന്നിരുന്ന ദൂരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമായും ഇതിനെ വിലയിരുത്താം. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുന്നത് നിലവിലെ സൈനിക സമ്മർദ്ദവും സാമ്പത്തിക ഉപരോധങ്ങളും ചേർന്ന് ഒരു താൽക്കാലിക ഇടവേള ആവശ്യമാണെന്ന തിരിച്ചറിവിന്റെ ഭാഗമായിരിക്കാം. ഭാവിയിലേക്ക് നോക്കുമ്പോൾ 3 പ്രധാന സാധ്യതകളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്, ഈ മധ്യസ്ഥ ചർച്ചകൾ ഫലം കണ്ടാൽ കുറഞ്ഞതൊരു താൽക്കാലിക വെടിനിർത്തലോ ഡി എക്സ്കലേഷൻ ഘട്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മനുഷ്യാവകാശ പ്രതിസന്ധി കുറയ്ക്കാനും പ്രദേശത്തെ സാധാരണ ജീവിതം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാനും സഹായിക്കും. രണ്ടാമത്, ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇപ്പോഴുള്ള പരിമിത സംഘർഷം ഒരു പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. മൂന്നാമത്, നിലവിലുള്ള പോലെ ഇടയ്ക്കിടെ ആക്രമണങ്ങളും മറുപടി ആക്രമണങ്ങളും തുടരുന്ന ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട്സ് എന്ന നിലയിലേക്ക് യുദ്ധം നീണ്ടുപോകാനും ഇടയുണ്ട്. ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് സൈനിക ശക്തിയേക്കാൾ കൂടുതൽ ഡിപ്ലോമസിയും രാഷ്ട്രീയ തന്ത്രങ്ങളുമാകുമെന്ന് പറയാം. ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ്സ് വിജയിക്കുമോ എന്നത് മാത്രമല്ല, അതിലൂടെ ഒരു സ്ഥിര സമാധാനത്തിനുള്ള അടിത്തറ പാകപ്പെടുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ അനിശ്ചിത സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾക്കുള്ള ചെറിയ മുന്നേറ്റങ്ങൾ പോലും വലിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്ന ഘട്ടത്തിലാണ് പശ്ചിമേഷ്യ ഇന്നുള്ളത്.